അയ്യോ വണക്കം. കുറേ നാളായി നമ്മുടെ രാജ്യത്ത് കനത്ത ഒരു പ്രതിഷേധം നടന്നിട്ട് ആ പ്രതിഷേധത്തെ ഒന്ന് പൊളിച്ചടിക്കിട്ട് ആ പ്രതിഷേധത്തിന് വരുന്നവന്മാരെയൊക്കെ ഒന്ന് വലിച്ചു കീറി ഒട്ടിച്ചിട്ട് എന്തായാലും അത്തരത്തിലൊരു വലിച്ചു കീറി ഒട്ടിക്കലാണ് ഇപ്പോൾ ഞാൻ നടത്താനായിട്ട് പോകുന്നത്. എന്തായാലും നമുക്ക് തുടങ്ങാം. ഹരഹരോ ഹരഹര, വേണ്ട വേണ്ട എന്ന് വിചാരിച്ചിരുന്നപ്പം നീയൊക്കെ ചെയ്യിക്കും എന്ന് മോഹൻലാൽ പറയുന്നത് പോലെയാണ് സത്യം പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്. ജന്തർ മന്ത്രിൽ ഒരുത്തൻ വലിച്ചു കിടപ്പുണ്ട്. ഈ മൊണ്ണയുടെ പേര് സോനം വാങ്ചുക് എന്നാണ്. ഇവൻ ആരും തന്നെ ആദ്യം ഞാൻ അങ്ങ് പറഞ്ഞേക്കാം. അതായത് നമ്മുടെ ലഡാക്ക് എന്ന് പറയുന്ന പ്രദേശം ഉണ്ടല്ലോ, അത് പിളർത്തിയെടുത്ത് ചൈനയ്ക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ ഒരു വേട്ടാവളിയനാണ് ഈ സോനം വാങ്ചുക് എന്ന് പറയുന്നത്. പിന്നെ ഇവനൊരു കൊമേഡിയൻ ആണെന്ന രീതിയിൽ ഇവൻ പല സ്ഥലത്തും പോയി പറയുന്നത്, ഇഫ് ചൈന അറ്റാക്സ് ഇന്ത്യ, ചൈന ഇന്ത്യ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും, ചൈനയ്ക്ക് വഴി കാണിച്ചു കൊടുക്കും എന്ന് പറഞ്ഞ ഒരു മൊണ്ണയാണ് ഈ സോനം വാങ്ചുക് എന്ന് പറയുന്നത്. അപ്പോൾ വിത്ത് ഡ്യൂ റെസ്പെക്ട് ഐ ജസ്റ്റ് വാണ്ട് ടു സേ ദാറ്റ് ചത്തുപോടാ എന്ന് മാത്രമേ എനിക്ക് സത്യം പറഞ്ഞാൽ പറയാനായിട്ടുള്ളൂ. കാരണം ഇങ്ങനെയുള്ളവന്മാരൊന്നും ഭൂമിക്ക് മേലെ വാഴാനായിട്ട് പാടില്ല. അപ്പോൾ ഒരുപാട് ജെൻസി പിള്ളേർ എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വളരെ വലിയ രീതിയിലുള്ള പ്രൊപ്പഗാൻഡ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഞാൻ ഇതുവരെ ഇൻസ്റ്റാഗ്രാമിലോട്ട് കയറിയില്ല, പക്ഷേ ഞാനൊരു വരക്കം എന്തായാലും വരും. അപ്പോൾ എന്ത് തന്നെയായിരുന്നാലും ഇൻസ്റ്റാഗ്രാമിൽ ഈ പ്രൊപ്പഗാൻഡ എങ്ങനെ നടക്കുന്നത്, സോനം വാങ്ചുക് എന്ന് പറയുന്നത് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? അപ്പോൾ പല ആൾക്കാരും ചോദിക്കുന്നുണ്ട്, ആരാ സോനം വാങ്ചുക് എന്ന് ചോദിക്കുന്നുണ്ട്. അത് സോനം വാങ്ചുക് അല്ല, അത് ഹുങ്ചക് വാങ്ങഡു ആണ് എന്നാണ് പറയുന്നത്. ഹുങ്ചക് വാങ്ങഡു അത് ആര് എന്ന് പല ആൾക്കാർക്കും അറിയില്ല. നമുക്കറിയാം അമീർ ഖാൻ്റെ 3 Idiots എന്ന് പറയുന്ന സിനിമ. ഈ 3 Idiots എന്ന് പറയുന്ന സിനിമ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നൻപൻ സിനിമയിലെ വിജയുടെ അതിൻ്റെ ഒരു രത്നച്ചുരുക്കം എന്ന് പറഞ്ഞാൽ, വിജയ് എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു സയൻറ്റിസ്റ്റാണ്. വിജയ്ക്ക് പഠിക്കാൻ ഭയങ്കര ത്വരയാണ്. പഠിക്കാൻ തൊഴിലുള്ള വിജയ്ക്ക് പഠിക്കാൻ പോകാൻ കാശില്ല. അങ്ങനെ വിജയ് വന്ന് ഒരു സ്കൂളിൽ ചേരുന്നു. സ്കൂളല്ല, ഒരു കോളേജ് സംതിങ് അവിടെ ചേരുന്നു. എഞ്ചിനീയറിംഗ് എന്ന് ചേരുന്നു. അങ്ങനെ ചേർന്ന് കഴിഞ്ഞ് വിജയ് എന്ത് ചെയ്യുന്നു, അവിടെ നിന്ന് ഗ്രാജുവേഷൻ എടുത്ത് വിജയ് പുറത്തിറങ്ങുന്നു. വിജയുടെ കൂടെ 2 കൂട്ടുകാരുണ്ട്. ആ കൂട്ടുകാർ അവർക്ക് ഇഷ്ടപ്പെട്ട ജോലി ചെയ്യാനായിട്ട് പോകുന്നു. ഒരുത്തൻ ഫോട്ടോഗ്രാഫർ ആവാനായിട്ട് പോകുന്നു. അവന്മാരൊന്നും എഞ്ചിനീയർ ആവുന്നില്ല. ഒരുത്തൻ ഫോട്ടോഗ്രാഫർ ആവാനായിട്ട് പോകുന്നു. വേറൊരുത്തനാണെങ്കിൽ വേറെ എന്തോ പൂജയ്ക്ക് പുല്ല് വെട്ടാൻ എന്തോ പോകുന്നു. അങ്ങനെ അവന്മാരെല്ലാം അവസാനം വലിയ നിലയിലാവുന്നു. വിജയ് പറഞ്ഞിട്ടാണ് അവർ പോകുന്നത്, നിൻ്റെ പാഷനെ ഫോളോ ചെയ്തോ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അവർ പോകുന്നു. അങ്ങനെ അവസാനം അവർ തിരിച്ചു വന്ന് വിജയെ കണ്ടുപിടിക്കാനായിട്ട് നോക്കുമ്പോൾ വിജയ് എന്ന് പറയുന്നത് ഭയങ്കര പാറ്റൻ്റൊക്കെ ഉള്ള ഒരു വലിയ സയൻറ്റിസ്റ്റായി മാറിക്കഴിഞ്ഞു. ആ സയൻറ്റിസ്റ്റാണ് ഹുങ്സുക് വാങ്ഡു എന്ന് പറഞ്ഞ പേരിൽ അമീർ ഖാൻ 3 Idiots ആയിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത്. ആ ഹുങ്സുക് വാങ്ഡു ഒറിജിനൽ വാങ്ഡു ആണ്. ഈ വാങ്ഡുവിനെയാണ് നമ്മൾ അവിടെ കിടത്തിയിരിക്കുന്നത്. ഈ വാങ്ഡു മരിക്കാൻ പാടില്ല എന്നാണ് കുറേ ജെൻസി പിള്ളേർ പറയുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല. അമീർ ഖാൻ പോലും പറഞ്ഞിട്ടുണ്ട്, എടാ ഇത് അവൻ്റെ കഥയല്ല. അമീർ ഖാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് സോനം വാങ്ചുക് അല്ല ഹുങ്സുക് വാങ്ഡു എന്ന് പറയുമ്പോൾ, ഈ ഹുങ്സുക് വാങ്ഡു സോനം വാങ്ചുക് അല്ല എന്ന് സത്യം പറയുന്നതിന് നീയൊക്കെ അമീർ ഖാനെ കടിച്ചു കീറാൻ പോകുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു ജെൻസി ആയിട്ടുള്ളൊരു മാപ്പറാണെങ്കിൽ അമീർ ഖാനോട് ഒരു വേദിയിൽ എനിക്ക് ചോദിക്കുന്നു, ഈ ഹുങ്സുക് വാങ്ഡു ആണോ സോനം വാങ്ചുക് എന്ന് ചോദിക്കുമ്പോൾ അമീർ ഖാൻ പറയുന്നു, ആര് പറഞ്ഞു, ആരടാ ഇതൊക്കെ പടച്ചു വിടുന്നത് എന്നാണ് അമീർ ഖാൻ ചോദിക്കുന്നത്. വേണമെങ്കിൽ ആ ദൃശ്യം കാണിച്ചു തരാം. ഇതാണ് ആ ദൃശ്യം. Oh, thank you. It was a film that, of course, had a deep impact for us when we were growing up, and you were inspired by a certain person, Sonam Wangchuk. That's what I'm told. No, that's not true actually. No. No. That is a misconception. Okay. I didn't know about Mr. Sonam at that time when we were doing the film 3 Idiots. I know that I saw a video of Chatur. Yeah. Just recently he said that Yes. no, he's wrong. Maybe that's what Chatur was thinking. But I want to tell you that neither Raju nor Abhijat, who are the 2 writers, nor I, we didn't know about Mr. Sonam. അപ്പോൾ ഇതാണ് സോനം വാങ്ചുക്കിൻ്റെ സെറ്റപ്പ് എന്ന് പറയുന്നത്. അയാൾ ഹുങ്സുക് വാങ്ഡുമില്ല, കൊസക്സി പസപ്പുകളുമില്ല, ആരുമല്ല. ഇത് അമീർ ഖാൻ തന്നെ അത് തുറന്നു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും 3 Idiots എന്ന് പറയുന്ന സിനിമ നോട്ട് ബേസ്ഡ് ഓൺ സോനം വാങ്ചുക്. അമീർ ഖാൻ, ബോളിവുഡ് സ്റ്റാർ അമീർ ഖാൻ said his character in this film 3 Idiots was not based on Sonam Wangchuk, calling it a misconception expressed concerns over the activist hunger strike. അതായത് ഈ ഹങ്കർ സ്ട്രൈക്ക് അങ്ങ് മൂട്ടാനുള്ള ഒരു പരിപാടി അതങ്ങനെ സോനം വാങ്ചുക് ഹുങ്സുക് വാങ്ഡ എന്ന് പറഞ്ഞ് പിടിച്ച് നടത്തേണ്ടതെന്നാണ് അമീർ ഖാൻ പറഞ്ഞിരിക്കുന്നത്. ഇത് നേരത്തെ തന്നെ അതിൻ്റെ സംവിധായകൻ പല സ്ഥലത്ത് പല പറഞ്ഞിട്ടുണ്ട്, ആര് കേൾക്കാൻ എന്ത് കേൾക്കാൻ എന്നുള്ളതാണ്. പിന്നെ കഴിഞ്ഞ ദിവസം അഭിജിത്ത് ദീപ്കയുടെ ഒരു സുഹൃത്ത് ഒരു മാധ്യമങ്ങൾക്ക് ഒരു ബൈറ്റ് കൊടുത്തിട്ടുണ്ട്. അവിടെ തെണ്ടിത്തില്ലി നടന്നതാണ്. ഇവിടെ USA അമേരിക്കയിൽ തെണ്ടിത്തില്ലി ഒരു പണിയില്ലാതെ ജോലിയും കൂലിയില്ലാതെ പെണ്ണുങ്ങളെ വാറ്റി നടന്ന ഒരുത്തനാണ് ഇവനെ അവിടെ നിന്ന് അടിച്ചിറക്കിയായിരുന്നു എന്നാണ് ഈ അഭിജിത്ത് ദീപ്കയുടെ ഒരു സുഹൃത്ത് വന്ന്, അതായത് ഇയാളുടെ കൂടെ AP പാർട്ടിയിൽ, അതായത് എൻ്റെ ജോലി എന്ന് പറയുന്നത് വാട്സപ്പ് നോക്കലായിരുന്നു, ഇവൻ്റെ ജോലി ഇൻസ്റ്റാഗ്രാം ചൊല്ലണ്ടല്ലായിരുന്നു. അതാണ് AP നമ്മുടെ പണി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇവിടെ ചൊരണ്ടി അവസാനം കെജ്രിവാൾ അകത്ത് പോയപ്പോൾ ഇവ ആ വഴിക്ക് കുറ്റിയും മറിച്ച് പോയതാണ്. പിന്നെ ഇവനെ ഇപ്പോഴാണ് കാണുന്നത് എന്നാണ് ഇയാൾ വന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ പല മാധ്യമങ്ങൾക്കും ഇയാൾ ബൈറ്റും കൊടുത്തിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ അത് ഇപ്പോഴും കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും. ഞാനത് ഇവിടെ കാണിക്കുന്നില്ല, എനിക്ക് കോപ്പിറൈറ്റ് വയലേഷൻ വന്നാലും ഒന്ന് പേടിച്ച് കാണിക്കുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യമുണ്ട്. ഇനി ഇവന്മാരവിടെ സോനം വാങ്ചുക് വലിച്ച് അവിടെ കിടക്കുകയാണ്. സോനം വാങ്ചുക്കിൻ്റെ മുമ്പിൽ കൂടെ അവന്മാർ ബർഗർ തിന്നുന്നു, ബിരിയാണി തിന്നുന്നു, ഇത് തിന്നുന്നു. സോനം വാങ്ചുക് ഒരു ദിവസം 16 വട്ടം കക്കൂസിനകത്ത് പോകും. എന്തിനാണെന്ന് അറിഞ്ഞുകൂടാ. അതായത് ഭക്ഷണം കഴിക്കാത്ത ഒരാൾ എന്തിനാണ് കക്കൂസിൽ പോകുക എന്ന്
ചോദിച്ചു കഴിഞ്ഞാൽ അതും വലിയ രീതിയിലുള്ള ഒരു കോൺസ്പിറസി അവിടെ ഉയർത്തിയിട്ടുണ്ട്. എന്തായാലും സോനം വാങ്ചുക്ക് തന്നെ എണീച്ച് പറയുന്നൊരു കാര്യമുണ്ട്, എനിക്ക് ആപ്പാട് ഒരു വിഷമം മാത്രമേ ഉള്ളൂ, ഞാനിവിടെ വെറുതെ കിടക്കുമ്പോൾ നീയൊക്കെ എൻ്റെ മുമ്പിൽ കൂടെ നൂഡിൽസും അതും ഇതും ചപ്പും ചവറൊക്കെ തിന്ന് മൂട്ടുന്നത് ശരിയല്ല എന്ന്. കേന്ദ്ര സർക്കാർ പിന്നെ ഇത് പുല്ല് വില കൊടുക്കുന്നില്ല, സത്യം പറഞ്ഞാൽ പുല്ല് വില കൊടുക്കുന്നില്ല. ഇപ്പോൾ കുറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്, കുറേ മറ്റേ SFI, AASF, പിന്നെ ജമാഅത്തെ ഇസ്ലാമി, ഇതെല്ലാം ഇറങ്ങിയിട്ട് വലിയ രീതിയിൽ 20 ദിവസമാകാൻ പോവുകയാണ്. അദ്ദേഹം അവിടെ മറ്റേ മുൾമുനയിൽ നിൽക്കുകയാണ്. ഇനി ഒരു ദിവസം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പശുവും ചാവും മോജിലെ പുളിയും പോകും എന്ന് പറയുന്നത് പോലെയാണ് ഉമാരി വന്ന് പറയുന്നത്. എടാ, ഞാൻ നിൻ്റെ അടുത്തൊക്കെ ഒരു കാര്യം പറയാം, 20 ദിവസം കിടക്കുന്നെങ്കിൽ അവിടെ കിടന്നോട്ടെ, മൂക്കി കൂടെ ട്യൂബ് ഇട്ട് കൊടുക്കും കേന്ദ്ര സർക്കാർ. അത്ര മാത്രം കേന്ദ്രം മൈൻഡ് ചെയ്യുന്നില്ല നിന്നെയൊക്കെ. ഈറോം ശർമ്മള എന്ന് പറഞ്ഞൊരു ഉരുക്ക് വനിത ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ, അറിയാമോ? 16 വർഷം, എത്രയാണ്, 16 വർഷമാണ് അവർ മണിപ്പൂരിന് വേണ്ടി എന്ത് ചെയ്തത്? അവർ നിരാഹാര സമരം അനുഷ്ഠിച്ചത്. അന്ന് UPA സർക്കാർ ഭരിച്ചിരുന്ന ഒരു കാലമല്ല, പിന്നെ നരേന്ദ്രമോദി സർക്കാർ വന്ന ശേഷമാണ് അവരത് അവസാനിപ്പിച്ചത്. അപ്പോൾ ഈറോം ശർമ്മള അന്ന് ഭരിച്ചു കഴിഞ്ഞിട്ട് ഒരു പട്ടിയും തിരിഞ്ഞു നോക്കാനില്ലായിരുന്നു ഈറോം ശർമ്മളെ. അപ്പം നിൻ്റെ ഒന്നും ധാർമ്മിക രോഷം ഉണർന്നില്ല. എടാ, ഇതൊക്കെ നീയൊക്കെ ആരെയാണ് ഉന്നം വയ്ക്കുന്നതെന്ന് കൃത്യമായിട്ട് ഇവിടെയുള്ള ആൾക്കാർക്കും ഇവിടെയുള്ള എല്ലാ അരിയാഹാരം കഴിക്കുന്ന ആൾക്കാർക്കും അറിയാം. നീ ഹുങ്സുക് ബാങ്കുടെ എന്നോ മറ്റേ ജമൈക്കൻ ജൂണറോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എടുത്തുകൊണ്ട് വന്നാലൊന്നും ഇവിടെ അന്തമാതിരി ആട്ടമൊന്നും ഇവിടെ എടുത്തുകൊണ്ട് വരണ്ട. അവിടെ കിടക്കുന്നുണ്ടെങ്കിൽ അവിടെ കിടന്നു, അതൊക്കെ അവിടെ കിടക്കാൻ ഒരു കുരുവില്ലല്ലോ, അവിടെ കിടക്കാൻ ഇവിടെ പറയുന്നുണ്ട്. ഇവിടെ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഏറ്റവും വലിയ ഫാസിസ്റ്റിൻ്റെ മുമ്പിൽ നീയൊക്കെ പ്രൊട്ടസ്റ്റ് ചെയ്യുമ്പോൾ നീയൊക്കെ അവിടെ കിടന്ന് അഴിഞ്ഞാടുകയാണ് എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ എൻ്റെ കൺസേൺ. ഇതൊക്കെ നീ പറയുന്നത് ഹിറ്റ്ലറാണ് നരേന്ദ്രമോദി എന്ന്. ഹിറ്റ്ലർ ആണെങ്കിൽ നിന്നെ ഒന്നും പുറം ലോകം കാണിക്കില്ലായിരുന്നു, പുറം ലോകം കാണിക്കുന്നില്ല എന്നുള്ളതായിരുന്നു. ഇപ്പോൾ ചൈനയിലൊക്കെ ആയിരുന്നെങ്കിൽ നിന്നെയൊക്കെ ടാറിട്ട റോഡിൽ കൂടെ എടുത്തിട്ടിട്ട് ടാർ ഉരുക്കി ഒഴിച്ച് അതിൻ്റെ മുകളിൽ കൂടെ JCB ബുൾഡോസറെ കയറ്റി ഇറക്കിയേനെ. ഇങ്ങനത്തെ സെറ്റപ്പാണ് പല രാജ്യങ്ങളും. ഇവിടെ കിടന്നങ്ങ് അഴിഞ്ഞാടുകയാണ്, അറുമാദിക്കുകയാണ് ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യമൊക്കെ വെച്ചുകൊണ്ട്. ധർമ്മേന്ദ്ര പ്രധാൻ എന്തായാലും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാറ്റുമായിരുന്നു. റീഷഫിൾ വരുന്നുണ്ടായിരുന്നു, ഏത് ഈ റീഷഫിൾ വരുന്നുണ്ടായിരുന്നു കേന്ദ്രമന്ത്രിസഭയുടെ. അങ്ങനെ ഒരു സംഭവം വന്നപ്പോൾ ആ റീഷഫിൾ വരുന്നതിന് 3 ദിവസം മുമ്പ് ഞങ്ങളിതാ നിരാഹാരം കിടക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് കയറി കിടന്ന് റീഷഫിൾ വരുമ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് അടിച്ചു മാറ്റാനുള്ള ശ്രമം ഇവിടെയുള്ള എല്ലാ ആൾക്കാർക്കും മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് നരേന്ദ്രമോദി എന്ത് ചെയ്തത്? റീഷഫിൾ കൊണ്ടുവരാത്തത്, കേന്ദ്രമന്ത്രിസഭ പുനഃസംഘടിപ്പിക്കാത്തത്. പിന്നെ മോദി അറിയാലോ, അങ്ങനെ ഒരു കാര്യം നിരീക്ഷിച്ച് കഴിഞ്ഞാൽ നിരീക്ഷിച്ചതാണ്. പിന്നെ അങ്ങനെ ബ്രഹ്മം വിചാരിച്ചാൽ പോലും അങ്ങനെ എൻ്റെ പിറകെ നിരീക്ഷിച്ച് പോകില്ല. നീയൊക്കെ അവിടെ കിടന്ന് ഒന്നെങ്കിൽ അറസ്റ്റ് ചെയ്യണം. സോനം വാങ്ചുക്കിലാണെങ്കിൽ എന്തെങ്കിലും തിന്നാൻ വയ്യ എന്നുള്ളൊരു അവസ്ഥയിലാണ് അയാൾ അവിടെ കിടക്കുന്നത്. അയാൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് 20-ാം തീയതി പീസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊട്ടസ്റ്റ് ഇവിടെ നടക്കും. ഈ പീസ്ഫുൾ പ്രൊട്ടസ്റ്റിൽ ഒരുപാട് ആൾക്കാർ വന്ന് നമ്മുടെ സമരം വിജയിപ്പിച്ച് കഴിഞ്ഞാൽ ഞാൻ നിരാഹാരം അവസാനിപ്പിക്കാം എന്നാണ് സോനം വാങ്ചുക്ക് പറയുന്നത്. ഈറോം ശർമ്മളയ്ക്കില്ലാത്തൊരു കൊമ്പും ഇവിടെ സോനം വാങ്ചുക്കിനൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഈറോം ശർമ്മള 16 കൊല്ലം കിടന്നപ്പോൾ ഇവിടെ ഒരു ധാർമ്മികതയും ഉണർന്നില്ല, ഒരു ആക്ടിവിസ്റ്റുകളും വന്നില്ല, അങ്ങനെ ഒരു സംഭവം. അപ്പോൾ ഇതിനകത്ത് നിനക്കൊക്കെ മതപരമായിട്ടുള്ള കാര്യങ്ങളും പിന്നെ നിനക്കൊക്കെ ഇന്ത്യൻ പ്രധാനമന്ത്രി, ഇന്ത്യ ഭരണകൂടത്തിൻ്റെ നേരെ അറ്റാക്ക് അഴിച്ചു വിടണം എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശവും ഇതിൻ്റെ പിറകിലുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ജെയിംസ് ജോർദാൻ ബ്രൗൺ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ ചാരനെ ഇവിടെ നിന്ന് പിടിച്ചിപ്പോൾ ചോദ്യം ചെയ്യുന്നുണ്ട്. എന്തിനാണ് വന്നത്? നീയൊക്കെ കലാപം ഉണ്ടാക്കുമ്പോൾ നിൻ്റെയൊക്കെ നെഞ്ചത്തിട്ട് വെടിവെക്കാനാണോ വന്നത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഇപ്പോൾ അവന് നേരെ ചോദിക്കുന്നുണ്ട്. അതൊരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്, അത് വേറൊരു കാര്യം. അപ്പോഴാണ് സോനം വാങ്ചുക്ക് എന്ന് പറയുന്നവൻ അവിടെ കിടന്ന് മെഴുകുന്നത്. ഇവിടെയുള്ള സകല സിനിമാക്കാരും സോനം വാങ്ചുക്കിൻ്റെ പിറകെ പോകുമെന്നാണ് ആദ്യം വിചാരിച്ചത്. ഒരു പട്ടികൾ സോനം വാങ്ചുക്കിൻ്റെ പിറകെ പോയില്ല എന്ന് മാത്രമല്ല ഇവൻ ആരും ശ്രദ്ധിക്കുന്നുമില്ല എന്നുള്ളതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. എൻ്റെ അഭിപ്രായത്തിൽ സോനം വാങ്ചുക്കിന് ഞാൻ ആദരാഞ്ജലികൾ നേരും, സുഖമരണം ഞാൻ സോനം വാങ്ചുക്കിന് നേരും. കാരണം ഇത്തരത്തിലുള്ള ദേശദ്രോഹികൾ, ഞാൻ അങ്ങനെ ആരെയും വിളിക്കാറില്ല, ദേശദ്രോഹികൾ എന്ത് ചെയ്യാൻ പാടില്ല, ജീവിച്ചിരിക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ പ്രാഥമികമായിട്ടുള്ളൊരു നിലപാട്. അതായത് എൻ്റെ രാജ്യത്തിനെ പിന്നിൽ നിന്ന് കുത്തുന്നവരൊന്നും ജീവിച്ചിരിക്കാൻ പാടില്ല. ഉദാഹരണം, ഇനി സോനം വാങ്ചുക്ക് ആരാണെന്ന് നമുക്ക് നോക്കാം. കോൺഗ്രസ് ഗവൺമെൻറ് എക്സ്പോസ്ഡ് ഹിം ഫസ്റ്റ്. കോൺഗ്രസ് ഗവൺമെൻറ്റാണ് ഇവൻ ആദ്യമായിട്ട് എക്സ്പോസ് ചെയ്യുന്നത്. ഈവൻ ദ UPA ഗവൺമെൻറ് ഇൻ 2007 സ്ലാംഡ് ഹിം ഫോർ മിസ്അപ്രോപ്രിയേഷൻ ഓഫ് FCRA ഫോറിൻ ഫണ്ട്സ്. FCRA എന്ന് പറഞ്ഞൊരു നിയമം ഉണ്ടല്ലോ, പുറത്തുനിന്ന് ഇങ്ങോട്ടേക്ക് ഫണ്ട് വരുന്നത്, ആ ഫണ്ടിൽ അവൻ തിരിമറി കാണിച്ചു, അല്ലെങ്കിൽ അത് വെച്ച് ഇവൻ കളിക്കാനായിട്ട് ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇല്ലീഗലി ഒക്കുപ്പൈൻ 200 കനാൽസ് ഓഫ് ലാൻഡ് വിത്തൗട്ട് പേയിങ് ഡ്യൂസ്. അതായത് ഡ്യൂ അടയ്ക്കാതെ 200 കനാൽസ് ഓഫ് ലാൻഡാണ് ഇവൻ സ്വന്തമാക്കിയത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആൻറ്റി നാഷണൽ കണക്ഷൻസ് വിത്ത് ചൈന ആൻഡ് പാകിസ്ഥാൻ, ഡി എസ്റ്റാബ്ലിഷിംഗ് ഹാർമണി ഇൻ ലഡാക്ക്. ഇതാണ് കോൺഗ്രസ് സർക്കാർ ഇവനെതിരെ പറഞ്ഞത്. അതിൻ്റെ കൃത്യമായിട്ടുള്ള രേഖകളും കാര്യങ്ങളും എല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ പരതിയാൽ കിട്ടും. ആ രേഖകളാണ്. ഓഫീസ് ഓഫ് ദ ഡെപ്യൂട്ടി കമ്മീഷണറിലെ ഇൻ ദ റീസെന്റ് പാസ്റ്റ് there has been following serious allegations against you and your NGO. You have been demoralizing government staff by passing administrative offices like zonal education office etc. using undignified language and remarks, showering baseless allegations against department and its functionaries. You have been illegally occupying 200 canals of land without paying dues to the government. You have been misusing provisions of Foreign Contribution Act by misappropriation of fund receiving the foreign contributions. You have been anti-national connections in China and other places which have been or may be exploited for anti-national activities. എന്നുള്ളതാണ് കോൺഗ്രസ് സർക്കാർ ഇവനെതിരെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. തീർന്നില്ല, ഇനിയുണ്ട്. ഇനി സ്മിയറിംഗ് പാട്രിയോട്ടിക് ഗോർഖാസ്, അതാണ് ഇയാൾക്ക് വരുന്ന അടുത്ത ആരോപണം എന്ന് പറയുന്നത്. സോനം
വാങ്ചുക് claimed our brave Gorkha soldiers are now joining the Chinese army. അതായത് നമ്മുടെ ഗോർഖ സോൾജിയേഴ്സ്, ഗോർഖകളായിട്ടുള്ള സോൾജിയേഴ്സ് അവർ ചൈനീസ് ആർമിയിലേക്ക് ചേരുകയാണ് എന്നുള്ളതാണ് ഇവൻ്റെ മറ്റൊരു പ്രസ്താവന എന്ന് പറയുന്നത്. While Gorkhas have a legendary history of valor of India, this man peddles propaganda that demoralizes our forces and given comfort of Beijing. അതായത് എപ്പോഴും ബീജിംഗ് എന്ന് പറയുന്ന ചൈനയെ തലോടുന്ന നിലപാടാണ് ഇവൻ എപ്പോഴും എടുത്തിരിക്കുന്നത്. Cozying up with Pakistan in 2025. He didn't just praise them from afar. Wangchuk happily jetted off to Pakistan in 2025 to attend a conference organized by Dawn Media Group, a platform known for bashing India. Dawn എന്ന് പറയുന്ന പാകിസ്ഥാനിലെ ഒരു പ്രമുഖ ഒരു വേട്ടാവളിയും പത്രമാണ്. ആ പത്രത്തിൻ്റെ ആ മീറ്റിങ്ങിൽ ഇവൻ പോയിരുന്ന് നമ്മുടെ പാകിസ്ഥാനെ സുഖിപ്പിക്കാനുള്ള ശ്രമം നടത്തി. ഡോൺ എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ നിരന്തരം തെറി പറയുന്ന ഒരു മാധ്യമമാണ്, അത് പാകിസ്ഥാനിലുള്ളൊരു മാധ്യമമാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇനി അടുത്തത് ഡൈനാമിക് കോൺഗ്രസ് ബാഗേജ്, അതായത് ഒരു കോൺഗ്രസ് എം പിയുടെ ഒരു മകനാണ് ഇയാളെന്ന് പറയുന്നത് ബേസിക്കലി. അപ്പോൾ ആ ഒരു രക്തത്തിൻ്റെ ആ ഒരു സംഭവം കാണിക്കുമെന്നുള്ളതാണ്. എന്തായാലും സോനം പ്രൈസ്ഡ് പാകിസ്ഥാൻ ഫോർ ഓട്ടോണമി ഇൻ സ്കർദു ബാൽട്ടിസ്ഥാൻ. While Indian soldiers bleed defending the borders, this activist openly praised Pakistan for giving autonomy to Skardu Baltistan territories that is illegally occupied by Pakistan. അതായത് പാകിസ്ഥാൻ ബാൾട്ടിസ്ഥാന് സ്കർദു ബാൾട്ടിസ്ഥാന് അവിടെ ഓട്ടോണമി കൊടുത്തതിൽ ഇയാൾക്ക് ഭയങ്കര സന്തോഷമായി പോയി. അങ്ങനെ ഇയാൾ അതിനെ പ്രൈസ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റിഫൈങ് വയലൻസ് അഗൈൻസ്റ്റ് പീപ്പിൾസ് ആൻഡ് പോലീസ് ആൻഡ് BJP ഓഫീസ്. അതായത് BJP ഓഫീസ് ആക്രമിക്കുമ്പോഴും പോലീസിനെ ആക്രമിക്കുമ്പോഴും അതിന് സോനം വാങ്ചുക് ഇൻസൈറ്റഡ് വയലൻസ് ബൈ റെഫറിംഗ് ടു നേപ്പാൾ, ബംഗ്ലാദേശ് ആൻഡ് അറബ് സ്പ്രിംഗ് സെൻഡർ ടെൽസ് എ സി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇയാൾക്കെതിരെ വന്നിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ മൊത്തത്തിൽ എന്താണ് കംപ്ലീറ്റ് ഉടായിപ്പാണെന്നുള്ളതാണ്. ഇനിയുണ്ട് റാം സീത ബ്ലാസ്ഫെമി, അതായത് ഹിന്ദുക്കളെ അധിക്ഷേപിക്കാനായിട്ട് റാം പുട്ട് സീത ഫോർ സെയിൽ ഇൻ ഓപ്പൺ മാർക്കറ്റ് എന്നാണ് ഇയാൾ പറയുന്നത്. ലഡാക്ക് ആക്ടിവിസ്റ്റ് സോനം വാങ്ചുക് മേക്സ് ഡെറഗേറ്ററി കമൻസ് ഓൺ ഹിന്ദു ഗോഡ്സ് ടു ജസ്റ്റിഫൈ ഹിസ് ക്ലൈമറ്റ് പ്രൊട്ടസ്റ്റ്. അതായത് ക്ലൈമറ്റ് പ്രൊട്ടസ്റ്റ് അറിയാലോ, ഈ NGOകളും മറ്റേ FCR ഒക്കെ വരുന്നത് ഇങ്ങനെയാണ്, മാനായി മാരീജനായി എല്ലാം വരും. എന്തെങ്കിലും നമ്മളൊരു ഗ്രേറ്റ് നിക്കോബാർ പ്രോജക്റ്റ് തുടങ്ങിയപ്പോൾ ഇപ്പോൾ CJP പ്രൊട്ടസ്റ്റ് തുടങ്ങിയിരിക്കുകയാണ്. അതിൻ്റെ തലപ്പത്തിരിക്കുന്ന സോനം വാങ്ചുക് എന്ന് പറയുന്ന ഇവനാണെങ്കിൽ ചൈനയോട് വലിയ താല്പര്യം. ആ ചൈനയ്ക്കാണ് ഗ്രേറ്റ് നിക്കോബാർ പ്രോജക്റ്റ് വന്നു കഴിഞ്ഞാൽ ആടിയുടെ പീടിയുടെ പൂരം കിട്ടാൻ പോകുന്നത്. ഇതൊക്കെ ഒന്ന് ഡോട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാവും. ഇനി റാൻച്ചോ ഫ്രം 3 Idiots ഇസ് നോട്ട് സോനം വാങ്ചുക് എന്ന് കൃത്യമായിട്ട് അറിയാം. ഫുൻസുങ് വാങ്ഡു വൈ സോനം വാങ്ചുക് ഡിസ്റ്റൻസ് ഹിംസെൽഫ് ഫ്രം അമീർ ഖാൻ 3 Idiots എന്നുള്ളത് ആ റിപ്പോർട്ടുകളുണ്ട്. പിന്നെ യൂസിങ് എ കൊമേഡിയൻ ആസ് എ കവർ ഹി മെയ്ഡ് ദിസ് സ്റ്റേറ്റ്മെന്റ്, ഇഫ് ചൈന ഇൻവേഡ്സ് ഇന്ത്യ ത്രൂ ലഡാക്ക് വി വിൽ നോട്ട് സ്റ്റോപ്പ് ചൈന ബട്ട് വിൽ ഷോ പാർട്ട് ടു ചൈന ഗെറ്റിംഗ് ഇൻസൈഡ് എന്നുള്ളതാണ് സോനം വാങ്ചുക്കിന്. അതായത് ചൈന ഞങ്ങൾ ആക്രമിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ചൈനയ്ക്ക് വഴി കാട്ടി കൊടുക്കുമെന്നാണ് സോനം വാങ്ചുക് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് ഈ ഒരു മഹാമനീഷിക്ക് സുഖകരമായിട്ടുള്ളൊരു മരണം ഞാൻ നേരുന്നതിൽ എന്തെങ്കിലും ഒരു തെറ്റ് നിങ്ങൾക്ക് പറയാനായിട്ടുണ്ടോ? ഞാനായിട്ട് കൊല്ലുന്നതല്ല, അദ്ദേഹം തന്നെ പറയുകയാണ് ഞാൻ നിരാഹാരം കിടന്ന് മരിച്ചു കൊള്ളാമെന്ന്. ഈറോൺ ശർമ്മളയൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യും, പക്ഷേ ഇതുപോലുള്ളവന്മാരെ നമ്മൾ സപ്പോർട്ട് ചെയ്യില്ല. വേറൊരു കഥ അടിച്ചിറക്കുന്നത് GD അഗർവാൾ എന്ന് പറയുന്ന ഗംഗയ്ക്ക് വേണ്ടി തൻ്റെ ജീവൻ ബലിയർപ്പിച്ച 111 ദിവസം അദ്ദേഹം ഫാസ്റ്റിംഗ് ചെയ്ത് അദ്ദേഹം മരിച്ചുപോയി. കേന്ദ്ര ഭരണകൂടം അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു എന്നൊക്കെ പറഞ്ഞു ധ്രുവ് റാഠിയൊക്കെ രംഗത്തിറങ്ങുന്നുണ്ട്. അവനാണ് CJPയുടെ വേറൊരു തലവൻ. അവൻ്റെ സ്ക്രിപ്റ്റ് എഴുതുന്നവന്മാരാണ് CJP പ്രൊട്ടസ്റ്റിലൊക്കെ വന്ന് കിടന്നുകൊണ്ട് ഡാൻസും പാട്ടും കൂത്തൊക്കെ കളിക്കുന്നത്. അത് വേറൊരു കാര്യം. ഒന്ന് പറയുന്നത് GD അഗർവാളിൻ്റെ ഗതി ഇനി ആർക്കും വരാൻ പാടില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഈ GD അഗർവാളൻ ഗംഗയെ പ്രൊട്ടക്ട് ചെയ്യുക, അതായത് ഗംഗാ റിവറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ, ഗംഗാ നദിയെ പ്രൊട്ടക്ട് ചെയ്യാനാണ് അദ്ദേഹം എന്ത് ചെയ്തത്, ഫാസ്റ്റിംഗ് കിടന്നത്. അദ്ദേഹം ഫാസ്റ്റിംഗ് അതായത് നിരാഹാരം കിടന്നപ്പോൾ ആ സമയത്ത് തന്നെ നിതിൻ ഗഡ്കരി പറഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളും സെൻറ്റർ അംഗീകരിച്ച് കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ ശേഷം നിരാഹാരം അവസാനിപ്പിച്ച ശേഷം അദ്ദേഹം വാർദ്ധക്യ സഹജമായിട്ട് അസുഖം കാരണം അദ്ദേഹം മരിച്ചുപോയപ്പോൾ പ്രധാനമന്ത്രി PM pays tribute to GD അഗർവാൾ എന്നുള്ള വാർത്തകൾ NDTV അടക്കമുള്ള ഇവിടെയുള്ള കമ്മിക്കുട്ടന്മാരെ മാധ്യമങ്ങൾ തന്നെ കൊടുത്തതാണ്. ഈ GD അഗർവാൾ അന്ന് ഗംഗയ്ക്കെതിരെ പ്രൊട്ടസ്റ്റ് നടത്തിയപ്പോൾ ഇവിടെയുള്ള CJPയോ പാറ്റകൾ എന്ന് പറയുന്ന ഒരുത്തിനെ അന്ന് കണ്ടില്ല. അന്ന് ഞങ്ങൾ പാറ്റകളില്ല എന്ന് പറഞ്ഞെങ്കിലും വേറെ എന്തെങ്കിലും ഒരു പേരിൽ വരായിരുന്നല്ലോ നിനക്കൊക്കെ. കാരണം അന്ന് പ്രൊട്ടസ്റ്റ് നടത്തുന്നത് ഗംഗയ്ക്കെതിരെയാണ്. ഗംഗ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹിന്ദുവിൻ്റെ സംസ്കാരത്തിൻ്റെ അടയാളമാണ് ഗംഗ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള പ്രൊട്ടസ്റ്റിനൊന്നും ഞങ്ങളെ കിട്ടൂല. അതായത് ആ ഫാസ്റ്റിങ്ങിനൊന്നും എന്ത് ചെയ്യുക, പിന്തുണ പ്രഖ്യാപിക്കാൻ ഞങ്ങളെ കിട്ടൂല. ഞങ്ങളെ കിട്ടണമെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി താഴെ ഇറങ്ങണം, ഇന്ത്യയെ രണ്ടായിട്ട് വിഭജിക്കണം, കട്ടിംഗ് സൗത്ത് നടത്തണം, ലഡാക്ക് വിഭജിച്ച് ചൈനയ്ക്ക് കൊടുക്കണം, കശ്മീർ എന്ത് ചെയ്യണം, വീണ്ടും 370 ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ഇങ്ങനെയുള്ള പ്രൊട്ടസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ പറയൂ. ആ പ്രൊട്ടസ്റ്റുകളൊക്കെ ഞങ്ങൾ ഏറ്റെടുക്കാം, ഞങ്ങൾ അതിന് പിന്തുണ പ്രഖ്യാപിക്കാം. പക്ഷേ അന്ന് ഓമാർ പിന്തുണ പ്രഖ്യാപിച്ചില്ല എന്ന് മാത്രമല്ല GD അഗർവാളിനെ അന്ന് ഓമാർ വലിയ രീതിയിൽ അധിക്ഷേപിക്കുകയും ചെയ്തു സോഷ്യൽ മീഡിയയിൽ. ഇന്ന് പറയുകയാണ് GD അഗർവാളിനെ കൊന്നതുപോലെ ഞങ്ങളുടെ സോനം വാങ്ചുക്കിനെ, നമ്മുടെ തക്കുട് വാവയെ കൊല്ലാനാണ് നരേന്ദ്രമോദി ശ്രമിക്കുന്നതെന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പെന്ന് പറയുന്നത്. ഇനി നിന്നെ ഒന്ന് വീണ്ടും മൈൻഡ് ചെയ്യില്ല. ഇപ്പോൾ ഡൽഹി ഹൈക്കോടതിയിൽ ഇവൻ തന്നെ ഒരു ഹർജി കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഇവൻ്റെ ആൾ തന്നെ, അതായത് സോനം വാങ്ചുക്ക് ഇപ്പോൾ കേന്ദ്ര സർക്കാർ തിരിഞ്ഞു നോക്കില്ല എന്ന് മനസ്സിലായിട്ട് ഇവൻ തന്നെ ഒരു ഹർജി കൊണ്ട് കൊടുത്തിട്ട് ഡൽഹി ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും പിടിച്ച് വല്ലതും തിന്നാൻ കുറേന്ന് ഡൽഹി ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഡൽഹി ഹൈക്കോടതി അത് പറഞ്ഞ ഒരു പശ്ചാത്തലത്തിൽ സോനം വാങ്ചുക്ക് ഇപ്പോഴെന്ത് ചെയ്തു, അങ്ങനെ ഒരു വിധി വന്ന സ്ഥിതിക്കും സോനം വാങ്ചുക്ക് ഇല്ല,
20-ാം തീയതി വരെ ഞാൻ എന്ത് ചെയ്യും, സമരം ചെയ്യും. എൻ്റെ സമരം വിജയിപ്പിക്കണം. അതിൻ്റെ അവസാനത്തെ മാസ്റ്റർ മൂവാണ് എൻ്റെ സമരം. അതായത് കുറച്ച് ആൾ കൂടിയാൽ എനിക്കൊരു സപ്പോർട്ടൊക്കെ കിട്ടി എന്ന് പറഞ്ഞ് സമരം അവസാനിപ്പിക്കാനുള്ള ഒരു പരിപാടിയാണ് സോനം വാങ്ചുക് ഇപ്പോൾ നടത്തുന്നത്. എന്തായാലും അങ്ങനെ അവസാനിപ്പിക്കരുതെന്നാണ് എൻ്റെ ഒരു ആവശ്യം. താങ്കൾ സമരം കിടക്കണം, കാരണം നിരാഹാരം ഇനിയും കിടക്കണം. ഇനി ഒരു 150 ദിവസമെങ്കിലും താങ്കൾ കിടക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും അഡ്വാൻസ് ആദരാഞ്ജലികൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.